സ്ഥലത്തില്ലാത്തവർ, കാണാതെ പോയവർ, പട്ടിക പൂർത്തിയാക്കാൻ വിസമ്മതിച്ചവർ എന്നെല്ലാമുള്ള ഓരോ തലക്കെട്ടിൽ താഴെ പറയുന്ന എല്ലാ എണ്ണവും കൂടെ കൂട്ടിയാൽ വരുന്ന ഇത്രയും പെരുത്ത സംഖ്യ അതെങ്ങനെ വരുന്നു? ആരാ കാരണക്കാർ? ഇതൊരു വളരെ പ്ലാൻഡായ ഡ്രാമയാണിത്, ആസൂത്രിതമായ ഡ്രാമയാണിത്. ഇലക്ഷനെ പ്രഹസനമാക്കി മാറ്റുന്ന ഈ നീക്കത്തിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ പിന്നോട്ട് പോയില്ല എങ്കിൽ തീർച്ചയായും വമ്പിച്ച ജനകീയ പ്രതിഷേധം ഇവിടെ ഉയർന്നു വരും. അതിൽ ഇടതുപക്ഷം അതിൻ്റെ പങ്ക് വഹിക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പുറപ്പെടാൻ നിൽക്കെ എറണാകുളത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ് മീറ്റല്ല, അദ്ദേഹം പത്രക്കാരെ കണ്ടപ്പോൾ പറഞ്ഞ പ്രസ്താവന ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ ആൾക്കൂട്ട കൊലയെ പറ്റിയാണ്. ഇത് കേരളത്തിന് അപമാനമാണെന്ന് പറഞ്ഞു, നടുക്കമുണ്ടാക്കിയെന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് RSS എന്ന വാക്ക് മിണ്ടിയില്ല. ആ വാക്കേ മിണ്ടിയില്ല. നീ ബംഗ്ലാദേശി അല്ലേ എന്ന് ആകർഷിച്ചുകൊണ്ട് ഒരു സാധുവിനെ തല്ലിക്കൊന്ന ആളുകൾ, അവർക്കെല്ലാമുള്ള RSS BJP ബന്ധം ഇപ്പോൾ രഹസ്യമല്ല. അവരുടെ എല്ലാം പൂർവ്വകാലത്തിൻ്റെ റെക്കോർഡ്സ് അതൊക്കെ പറയുന്നുണ്ട്. അതേപ്പറ്റി അദ്ദേഹത്തിന് അറിയാമായിരിക്കും. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ VD സതീശനും അറിയാമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം. ഇത്രയും ഗൗരവമായി പറഞ്ഞൊരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാവായ പ്രതിപക്ഷ നേതാവ് RSSൻ്റെ പേര് മിണ്ടാൻ മടിച്ചത്? അത് കേവലമായി വിസ്മൃതിയാണോ? ആകാൻ വഴിയില്ല. ഇത് കേരളത്തിൽ ഏറെക്കാലമായിട്ടുള്ള കോൺഗ്രസ് RSS ബന്ധത്തിൻ്റെ ഒരു പുതിയ തെളിവായിട്ട് കണക്കിലെടുത്താൽ അതായിരിക്കും ശരി. ഇത് ഞാൻ ഉന്നയിക്കുന്ന വിഷയം നിൽക്കട്ടെ. മുഖ്യമന്ത്രിക്ക് പേടിയൊന്നുമില്ല. മുഖ്യമന്ത്രിക്ക് പേടിയില്ല. RSSനെ പേടിക്കേണ്ട രാഷ്ട്രീയം മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കില്ല, മുഖ്യമന്ത്രിക്കുമില്ല. ആ രാഷ്ട്രീയം BJPക്ക് മുമ്പിൽ പേടിക്കേണ്ട രാഷ്ട്രീയമുള്ളത് കോൺഗ്രസിനാണ്. ഉറപ്പാണ് കാര്യം. വിഷയം തന്നെ. ആ ആക്ഷേപം CPI ഉന്നയിക്കുന്നത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ സതീശൻ്റെ പ്രസ്താവനയെ പറ്റിയാണ്. അതെ. മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഉള്ള കാര്യം മാത്രമേ അദ്ദേഹം പറയുള്ളൂ. അങ്ങനെയാണോ? മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതമുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം കൂടെ ചോദിച്ചറിഞ്ഞിട്ട് മാത്രമേ അദ്ദേഹം മിണ്ടുള്ളൂ. അതിന് കാരണം കാണുമായിരിക്കും. അത് അദ്ദേഹം പറയും. സതീശൻ അങ്ങനെയാണോ? മുഖ്യമന്ത്രിയെ കണ്ട് ചോദിച്ചിട്ട് സമ്മതം പഠിച്ചിട്ടേ പറയുള്ളൂ. അല്ല, അങ്ങനെയല്ല. മുഖ്യമന്ത്രിക്കത് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വ്യക്തമാണ്. അത് ആദ്യാവസാനം BJPക്കെതിരാണ്. ഇല്ല, ആദ്യാവസാനം BJPക്കെതിരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറപ്പാണ് CPMൻ്റെ രാഷ്ട്രീയം. ഞങ്ങൾക്ക് ആ ധാരണയില്ല. CPMൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി ഉറച്ച ബോധ്യം CPIക്കുണ്ട്. അത് അടിമുടി BJPക്കെതിരാണ്. അത് ആശയപരമായി RSS വിരുദ്ധമാണ്.
അതിൻ്റെ മേൽ നിങ്ങൾ ആരും ഒരുപാട് സാഹസപ്പെട്ട് ഒന്നും ആരോപിക്കാൻ നിൽക്കേണ്ടതില്ല. അതിൻ്റെ മേൽ ഒന്നും പുതിയതായിട്ട് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ആരും ഗവേഷിക്കേണ്ട കാര്യമില്ല. CPI നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, CPI നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.